ഈ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ടൂളായി മാറിക്കഴിഞ്ഞു അല്ലേ. പഠിക്കാനാണെങ്കിലും ജോലി ചെയ്യാനാണെങ്കിലും ഷോപ്പിങ്ങിനാണെങ്കിലും ബാങ്കിങ്ങിനാണെങ്കിലും സിനിമ കാണാനാണെങ്കിൽ പോലും നമുക്കിപ്പോൾ ഇൻ്റർനെറ്റ് ഇല്ലാതെ പറ്റത്തില്ല. നമുക്ക് ഉത്തരം അറിയില്ലാത്ത ഏതൊരു ക്വസ്റ്റ്യൻ ആൻസർ വേണമെങ്കിലും നമുക്കിപ്പോൾ ഗൂഗിളിൽ ഇത് കണ്ടുപിടിക്കാം അല്ലേ. പക്ഷേ ഈ ഇൻ്റർനെറ്റ് വഴി നമ്മൾ ആക്സസ് ചെയ്യുന്ന ഡേറ്റ, അതുപോലെ നമ്മൾ അയക്കുന്ന ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു വലിയ കൺസേൺ ആണ്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞായിരുന്നു അല്ലേ. ഈ ഒരു വീഡിയോയിൽ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്ന സമയത്തുള്ള കുറച്ച് ഡൂസ് ആൻഡ് ഡോൺസ് ആയിരിക്കും പറയാൻ പോകുന്നത്. ചെയ്യാവുന്ന കാര്യങ്ങളും ചെയ്തുകൂടാത്ത കാര്യങ്ങളും. മുന്നോട്ട് പോകുന്നതിന് മുമ്പേ ഒരു കാര്യം കൂടെ പറയട്ടെ. നമ്മുടെ ചാനൽ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഇൻഫർമേഷൻ ഡേറ്റ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ട്യൂട്ടോറിയൽസും വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കയറി നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ആദ്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മൾ ബ്രൗസ് ചെയ്യുന്ന സൈറ്റുകൾ ഒറിജിനൽ ആണെന്നും ട്രസ്റ്റ് വർത്തിയാണെന്ന് ഉറപ്പുവരുത്തുക. നമ്മളിപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് നോക്കുകയാണെങ്കിൽ ആമസോൺ ഉണ്ട്, ഫ്ലിപ്കാർട്ട് ഉണ്ട്, ഇതുപോലുള്ള കുറച്ച് റെപ്യൂട്ടേഷൻ ഉള്ള സൈറ്റുകളുണ്ട്. അത് കൂടാതെ തന്നെ വളരെ കുറഞ്ഞ റേറ്റിൽ സാധനങ്ങൾ വിൽക്കുന്ന നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത സൈറ്റുകളും ഉണ്ടാവും. ഇങ്ങനെ വരുന്ന കേസുകളിൽ കഴിയുന്നതും റേറ്റ് കുറച്ച് കൂടുതലാണെങ്കിലും റെപ്യൂട്ടേഷനുള്ള ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള സൈറ്റുകളിൽ നിന്ന് നമ്മൾ സാധനം വാങ്ങുക. ഒരിക്കലും ഒഫെൻസീവായിട്ടുള്ള അല്ലെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള കണ്ടൻസ് ഉള്ള സൈറ്റുകളിൽ കയറാതിരിക്കുക. ഇങ്ങനെയുള്ള സൈറ്റുകളിൽ ഇങ്ങനെയുള്ള കണ്ടൻസ് കൂടാതെ തന്നെ എന്തെങ്കിലും മലീഷ്യസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസും കാണും. ഈ സോഫ്റ്റ്വെയർസ് നമ്മുടെ കമ്പ്യൂട്ടറിനെ അഫക്റ്റ് ചെയ്യുന്നതും നമ്മുടെ സെൻസിറ്റീവ് ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്യുന്നതൊന്നും നമ്മൾ അറിയത്തു പോലുമില്ല. എപ്പോഴും നമ്മൾ സെക്യൂർ ആയിട്ടുള്ള സ്ട്രോങ് പാസ്വേഡ് യൂസ് ചെയ്യുക. അതും ഓരോ പ്ലാറ്റ്ഫോമിനും ഓരോ പാസ്വേഡ് കൊടുക്കുക. നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാസ്വേഡ് കൊടുക്കുക, അതുപോലെ നമ്മുടെ ജിമെയിലിന് വേണ്ടിയിട്ട് വേറൊരു പാസ്വേഡ് കൊടുക്കുക, അതുപോലെ നമ്മുടെ ആമസോൺ അക്കൗണ്ടിന് വേണ്ടിയിട്ട് വേറൊരു പാസ്വേഡ് കൊടുക്കുക. അങ്ങനെ ഓരോ പ്ലാറ്റ്ഫോമിനും ഓരോ പാസ്വേഡ് കൊടുക്കുക. പിന്നെ ഈ പാസ്വേഡുകളെല്ലാം റെഗുലറായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുക. പിന്നെ നിങ്ങളുടെ പാസ്വേഡ് വേറെ ആരുമായിട്ടും ഷെയർ ചെയ്യരുത്. നിങ്ങളുടെ ഓൺലൈൻ അക്കൗണ്ടുകൾ അല്ലെങ്കിൽ ഓൺലൈൻ ഇൻഫർമേഷൻ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ നിങ്ങളുടെ പ്രൈവറ്റ് ഇൻഫർമേഷൻ എപ്പോഴും പ്രൈവറ്റ് ആയിട്ട് വയ്ക്കുക. അതും വേറെ ആരുമായിട്ടും ഷെയർ ചെയ്യരുത്. ഷെയർ ചെയ്യുന്നതിന് മുമ്പ് രണ്ട് കാര്യം ആലോചിക്കുക. ഒന്ന്, ഈ ഇൻഫർമേഷൻ ആർക്കൊക്കെ ആയിരിക്കും ആക്സസ് കിട്ടാൻ പോകുന്നത്. രണ്ട്, ഈ ഇൻഫർമേഷൻ വെച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരം നിങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു ഇൻഫർമേഷൻ വേറൊരാൾക്ക് ഷെയർ ചെയ്യാവൂ. ഒരിക്കലും അൺനോൺ സോഴ്സുകളിൽ നിന്നും ഒരു ഫയലും ഡൗൺലോഡ് ചെയ്യരുത്. അതിപ്പോൾ കമ്പ്യൂട്ടർ ആണെങ്കിലും മൊബൈലാണെങ്കിലും ശരി, ഒരിക്കലും അൺനോൺ സോഴ്സിൽ നിന്നും ഒരു കാര്യങ്ങളും ഡൗൺലോഡ് ചെയ്യരുത്. അതുപോലെ നമ്മുടെ വാട്സാപ്പുകളിലും അതുപോലെ SMS ആയിട്ട് വരുന്ന മെസ്സേജുകളിലുമുള്ള ലിങ്ക് കഴിയുന്നതും ക്ലിക്ക് ചെയ്യാതിരിക്കുക. ക്ലിക്ക് ചെയ്യണമെങ്കിൽ തന്നെ ഒന്ന് ഇൻസ്പെക്റ്റ് ചെയ്യുക. ആ ഒരു ലിങ്ക് എടുത്ത് ഇൻസ്പെക്റ്റ് ചെയ്ത് അത് ഒറിജിനൽ ആണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാവൂ. അൺനോൺ നമ്പേഴ്സിൽ നിന്നാണ് വരുന്നതെങ്കിൽ കഴിയുന്നതും ക്ലിക്ക് ചെയ്യാതിരിക്കുക. അതുപോലെ വാട്സാപ്പിലോ മെസ്സേജസിലോ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട് സസ്പീഷ്യസ് ആയിട്ട് എന്തെങ്കിലും ഒരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ അപ്പോൾ ഡയറക്റ്റ് വിളിച്ച് ചോദിക്കുക. എന്നിട്ട് കൺഫേം ചെയ്തതിന് മാത്രമേ ഈ ഒരു മെസ്സേജ് ജെനുവിൻ ആണെന്ന് ഉറപ്പുവരുത്താവൂ. സ്ഥിരമായിട്ട് കാണാറുള്ള അറ്റാക്ക് ആണല്ലേ, ഒരു അക്കൗണ്ട്, ഫേസ്ബുക്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അക്കൗണ്ടിൽ ഫ്രണ്ട്സ് ആയിട്ടുള്ള എല്ലാവർക്കും ഈ ഹാക്കേഴ്സ് മെസ്സേജ് അയക്കും. ഇൻഫർമേഷൻ എക്സ്ട്രാക്ഷൻ ആയിരിക്കും ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. ചില സമയത്ത് മോണിറ്ററി ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടും ഇതുപോലെ മെസ്സേജ് അയക്കാറുണ്ട്. ചിലപ്പോൾ ഈ മെസ്സേജ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ എന്തെങ്കിലും അത്യാവശ്യത്തിൽ നിൽക്കുകയാണ്, ഇന്ന നമ്പറിലേക്ക് കുറച്ച് പൈസ അയച്ച് കൊടുക്കാമോ എന്നായിരിക്കും. ചില സമയത്ത് ഒരു ലിങ്ക് അയച്ചു കൊടുത്തിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്യാമെന്ന് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അതുകൊണ്ട് സസ്പീഷ്യസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മെസ്സേജ് വരികയാണെങ്കിൽ അപ്പോൾ ആ ഫ്രണ്ടിനെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്ത് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ഈ ഒരു മെസ്സേജിൻ്റെ ജെന്യൂനിറ്റി നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റത്തുള്ളൂ. പുതിയൊരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള കമ്പ്യൂട്ടറിൻ്റെ OS റീഇൻസ്റ്റാൾ ചെയ്തെന്ന് വെച്ചോളൂ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആദ്യമേ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഒരു ആൻറ്റി വൈറസ് അല്ലെങ്കിൽ ഒരു ടോട്ടൽ സെക്യൂരിറ്റി സൊല്യൂഷൻ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക. നമ്മുടെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ വൈറസ് കയറിയിട്ട് പിന്നെ നമ്മൾ ആൻറ്റി വൈറസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിൽ കാര്യമില്ല. നമ്മൾ നേരത്തെ വൈറസ് കയറുന്നതിന് മുമ്പ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ആൻറ്റി വൈറസ് ഇൻസ്റ്റാൾ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.